ഇവിടെ നോക്ക്, ഒരു ഹായ് ഒക്കെ പറഞ്ഞ്, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാൽ. ഇത് ശരിക്കും രാവിലെയാണ്. നമ്മുടെ അൻവിക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിനുമുത്ത് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. കഴിക്കാനൊക്കെ കൊടുത്തു. കുളിപ്പിച്ചില്ല കേട്ടോ. സാധാരണ കുളിച്ച് സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരാറ്. ഇന്നിപ്പോൾ കുളിപ്പിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം എണ്ണയൊക്കെ തേച്ചിരുത്തിയിട്ട്, കാരണം ആ പനി വന്നല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇനി ജലദോഷം ആവണ്ടാന്ന് വിചാരിച്ചിട്ട് എണ്ണ തേക്കൽ ഇച്ചിരി കുറച്ച് വെച്ചേക്കായിരുന്നു. അപ്പം എന്ത് പറ്റിയെന്നറിയോ, ആളുടെ ഉറക്കം കുറച്ച് കുറഞ്ഞേ. അപ്പോൾ ഉറക്കം കുറഞ്ഞത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് 4 മണിയായപ്പോൾ എണീറ്റു. ഒരു ചെറിയ ചിരിയും ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ചാട്ടവും കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരം വെളുക്കോറായി കള്ളച്ചെറുക്കനെ ഉറങ്ങിയത്. പിന്നെ ഇപ്പോഴാണ് എണീറ്റ് വന്നത്. എന്നിട്ട് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇനി കുളിപ്പിക്കണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ്, ഒരു ജലദോഷത്തിൻ്റെ കോള് പോലെ. എല്ലാവർക്കും ഒരു എന്താ പറയുക, എനിക്കൊക്കെ തീരെ പറ്റില്ല കേട്ടോ. ഉറക്കവും ശരിയാവണില്ല. അൻവിക്കുട്ടിയും രാത്രിയിൽ ഏത് നേരവും ചായ എന്ന് പറഞ്ഞ് എണീക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞിനുമുത്തും കൂടി എണീറ്റ് വന്നതുകൊണ്ട് എൻ്റെ ഉറക്കം തീരെ ശരിയായില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാം കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകണം കേട്ടോ. പിന്നെ എനിക്ക് ആ ഒരു വിളക്ക് എത്തിക്കുന്ന സമയമാകുമ്പോഴത്തേന് എന്ത് ചെയ്ത് എനിക്ക് ഉറങ്ങാനും പറ്റില്ല. എത്ര ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണം, നാമം ചൊല്ലണം, രാമായണം വായിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവേ. അത് എന്താ പറയുക, പീരിയഡ്സ് ടൈമിൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് ഞാൻ സത്യം പറഞ്ഞ് കിടന്നുറങ്ങാറുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയും വരുമല്ലോ അല്ലേ. ഇത് ചിരിക്കണ ഒരു ഒറ്റപ്പല്ലനാണ്. ഒരു ഹായ് കൊടുത്തേ. മുടിയൊക്കെ കാരണം ഇന്ന് കുളിക്കാത്തതുകൊണ്ട് എൻ്റെ ചെക്കൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മുടി വളരാട്ടോ. കുഞ്ഞിനെ കൂടെ ഞാൻ കുഞ്ഞിനോട് പറയും, എൻ്റെ തലയിലാണെങ്കിൽ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയി, ഇച്ചിരി മുടി അമ്മയ്ക്ക് തരാമോ നിൽക്കുന്നുണ്ട്. എത്ര തിക്കാന്നറിയാം കുഞ്ഞിനെ കൊണ്ട് മുടി. അമ്മ കണ്ണു വെച്ച് മുടി പൊഴിഞ്ഞു പോവോ? മുടി പൊഴിഞ്ഞു പോവോ അവിടെ ചെക്കാന്നിൻ്റെ? അമ്മ കണ്ണു വെച്ചിട്ടുണ്ട്. കണ്ണു വയ്ക്കട്ടെ. ഇതെന്നെ ഇത്ര സൈലൻ്റ് ആയിട്ട് പിടിക്കലായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞ് ഓടേണ്ടി വരുന്നുള്ളൂ. തണുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ് ഓടേണ്ട സമയമായല്ലോ. പോണോ? എന്നാ കുഞ്ഞോട്ടൊന്ന് കൈയടിച്ചേ. ഒന്ന് വർത്താനൊക്കെ ഒന്ന് പറഞ്ഞേ. മിണ്ടൂല താൻ മിണ്ടൂല. തനിക്ക് ഗമയാണോ? ഭയങ്കര ഗൗരവ ചെറുക്കനാന്ന് എല്ലാവരും പറയുന്നത്. ഗൗരവമാണോ? എന്നെ ഉടുപ്പ് വരണോ? നിനക്ക് എപ്പോഴും ഉടുപ്പ് വരണോടാ? ഞങ്ങൾക്ക് ഇവിടെ കുളിക്കാനുള്ള തോന്നലുകളൊക്കെ തോന്നി തുടങ്ങി അല്ലേ. പറയേണ്ട താമസമുള്ള ചെക്കനോട് ഇന്ന് നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാൻ. എന്നാൽ പാട്ട് കേട്ടോണ്ട് പോയിരുന്നു. പോകുന്നുണ്ടോ? ഊഞ്ഞാലാടാൻ പോകുന്നുണ്ടോ? അത് അമ്മയുടെ മടി ഇരിക്കണോ? എടാ ഊരണ്ട, ഡ്രസ്സ് ഊരുവാണിത്. ഡ്രസ്സ് ഊരാൻ നോക്കണം കേട്ടോ. കുളിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഈ തമ്പുരുക്കുട്ടന് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കാണെങ്കിൽ നമ്മുടെ അൻവിക്കുട്ടിൻ്റെ ഒന്ന് വരച്ചൊക്കെ വെച്ചപ്പോഴേ ഇച്ചിരി വൃത്തികേടായല്ലോ. അതുകൊണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. മീഷോയിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ ഇതിൻ്റെ ഇലൊക്കെ ലിങ്ക് ടാഗ് ചെയ്തേക്കാവേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളേ. കുഞ്ഞിനെക്കുട്ടെ കുഞ്ഞുകൂട്ടോ, ഇതിലൊന്ന് നോക്കിക്കേ. നോക്കടാ. ഉറക്കപ്പിച്ചെന്ന് ഞങ്ങൾ അടിപൊളി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് വരാം. ഊഞ്ഞാലയിലെ അവിടെ ഇരുന്ന് ആൾ ആടി കളിച്ചോളും. ഞാനിവിടെ ഇങ്ങനെ ഞെക്കി കൂട്ടി പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഈ അമ്മമാർക്കൊരു ഉമ്മ കൊടുത്തേ, എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. അമ്മയ്ക്കാണ് ഉമ്മ വന്നേ. കുഞ്ഞിനുമുത്ത് പോയി കേട്ടോ. കുഞ്ഞിനുമുത്തിനെ ഞാൻ കൊണ്ട് ഇരുത്തിയേ. അപ്പം എല്ലാവർക്കും ഉള്ള ഉമ്മ കുഞ്ഞിനുമുത്ത് എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. എനിക്കായിട്ട് നിങ്ങൾക്കുള്ള ഉമ്മ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫാനൊന്ന് ഓഫ് ചെയ്യട്ടെ. ഒന്നാമത് മൈക്കും ഇല്ലാതെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്താണ്. അപ്പം ഇനി ഞാൻ പറയാൻ വന്നത് എന്നാണെന്നറിയോ, എൻ്റെ അടുത്ത് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പോലെയുള്ള അമ്മമാരും സാധാരണ എന്താ പറയുക വീട്ടമ്മമാരില്ലേ, ജോലി ഇല്ലാത്തവർ, അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ
പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, പിന്നെ ചാനൽ തന്നെ നടത്തുന്നവർ, അങ്ങനെ കുറച്ച് പേര്, ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് കടയുണ്ടായിരുന്നല്ലോ, ആ കടയുണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്തത്. പക്ഷെ അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സ്റ്റോക്ക് എടുക്കാൻ പോയത്. അപ്പം നമ്മൾ എന്താ പറയുക, പോയ കടകളിൽ നിന്ന് നമുക്ക് അന്ന് കിട്ടിയ ഒരു സമീപനമല്ല ഇന്ന് കിട്ടിയത്. അപ്പം നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, രണ്ട് രീതിയിലുണ്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പൈസ നല്ലതായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ബിസിനസ് ചെയ്യാം, പൈസ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ എടുത്തിട്ട് ചെറുതായിട്ട് ബിസിനസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വലിയതായിട്ട് പറഞ്ഞു തരാനുള്ള ഒരാളായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഈ ഓൺലൈനിലെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്കിനി ആയി വരണം. സത്യത്തിൽ എനിക്ക് ഈ നിമിഷം വരെയും എനിക്ക് ഓൺലൈനിൽ, അതായത് എന്നെ നേരിട്ട് പരിചയമില്ലാത്ത, നേരിട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ കണ്ടിട്ട്, ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ എന്നെ യൂട്യൂബിലൂടെ അല്ലേ കണ്ടിട്ടില്ല, നേരിട്ട് നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. അപ്പം അങ്ങനെ ഇതുവരെ ഒരാൾ പോലും എനിക്ക് ഒരു ഓർഡർ പോലും എനിക്ക് ഓൺലൈനിൽ വന്നിട്ടില്ല. പക്ഷേ എന്നെ പരിചയമുള്ള ആളുകൾ, അതായത് ഇപ്പം ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഞാനായിട്ട് ഞങ്ങൾ തമ്മിൽ കണക്ഷനുള്ള ആളുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് കണ്ടിട്ട് എനിക്ക് ഓർഡറുകൾ തന്നിട്ടുണ്ട്, പ്രീ ഓർഡറുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച്, അധികം ഒന്നുമില്ല, അതും സ്റ്റാർട്ടിങ് അല്ലേ, നമ്മൾ കുറച്ച് പീസുകളല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് പിന്നെ നമുക്ക് ചുറ്റുവട്ടത്തുള്ളവർ കുറച്ച് പേരെടുത്തു. അങ്ങനെ നമ്മുടെ നാട്ടുകാർക്കാണെങ്കിലും എന്നോട് നല്ല സ്നേഹമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു വെറുപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ എല്ലാ ആളുകളും എൻ്റെ കൂടെ നിൽക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് ഇന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങി നാളെ അതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഇപ്പം നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ചാനലിലുള്ളവരുടെ ആണെങ്കിലും അത് വിജയിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങരുത്. നമുക്ക് ക്ഷമ വേണം, നല്ലതായിട്ട് ക്ഷമ വേണം. ആദ്യത്തെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കസ്റ്റമർ വരാൻ ഞാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മൾ കാണിക്കുന്ന ഒരു പ്രൊഡക്ട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അന്നേരമുള്ള നമ്മുടെ ആ ഒരു സെലക്ഷൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലാവും. എത്രത്തോളം നല്ലതാണ് നമ്മൾ എടുത്താലേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാത്തത് ഒരു പക്ഷേ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാവാം, ആളുകൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം അങ്ങനെ വന്ന ഓർഡറുകളും ചിലപ്പോൾ കണ്ടിഷ്ടപ്പെട്ടതും ഒക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഈ സമയം വരെ ഓൺലൈനിൽ നിന്ന് ഒരു ഓർഡർ എനിക്ക് വന്നിട്ടില്ല. അതാണ് ഞാൻ അങ്ങനെയുള്ളവരോടാണ് കേട്ടോ, എന്നോട് ഈ സംശയം ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തുടക്കത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക, ഒരു വലിയ എമൗണ്ട് എടുത്ത് മുടക്കാതിരിക്കുക, പതുക്കെ തുടങ്ങിയാൽ. ഇപ്പം ഞാൻ ഇനി അടുത്ത ആഴ്ച സ്റ്റോക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സുകൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അതല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ അത് നമ്മൾ എടുത്തിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ മറ്റൊരു സഹായം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങളൊരു ഡ്രസ്സ് എടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ കുഞ്ഞുണ്ണിക്കുട്ടനെ അമ്മ അത് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതെനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പം അത് നിങ്ങളെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പതുക്കെ പെട്ടെന്നൊന്നും അല്ല. കാരണം ആരും അവനവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഇഷ്ടമില്ലാത്തൊരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് തയ്യാറാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് എന്താ പറയുക, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പണം ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് പല ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന ഒരു ഷോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചുള്ളൊരു ഷോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ ഞാൻ പറയുന്നൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ പോലും കണ്ടിട്ട് നമ്മളിപ്പോൾ കാണാറില്ലേ 350 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്, 50 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്, 99 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്. നമ്മൾ ചെന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, അത് ചിലപ്പം അത്ര ചീപ്പ് സാധനങ്ങളായിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പലതും മറന്നു പോകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയൊരു സെല്ലർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്കേ അറിയത്തുള്ളൂ. അതിന് പറ്റുന്ന നമുക്ക് നല്ലതായിട്ട് അലയേണ്ട വരും തുടക്ക സമയങ്ങളിൽ. ഞാനൊക്കെ അന്ന് മോളുടെ കൂടെ പോയിട്ട് സത്യം പറഞ്ഞാൽ തമ്പുരൊക്കെ മടുത്തു പോയി എന്ന് പറയാം. കാരണം നമ്മൾ ചെറിയ എമൗണ്ട് ആയിട്ടാണ് ഒരു കടകളിലെ സ്റ്റാർട്ടിങ് ഒരു മിനിമം പർച്ചേസിങ് റേറ്റ് എന്ന് പറയുന്നത് 20,000, 30,000, 50,000 വരെയൊക്കെയാണ്. ആ വലിയ വലിയ
കടകളിലേക്കൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആളുകൾ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. അപ്പം നമ്മൾ കുഞ്ഞു കടകൾ തപ്പി കണ്ടുപിടിക്കണം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തുണിക്ക് ക്വാളിറ്റി ഉണ്ടാവണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ചെറിയ കടയിൽ കയറി എന്നാലും അവരുടെ ഒരു ഹോൾസെയിൽ റേറ്റിനെ കഴിഞ്ഞും അവരുടെ ഒരു ലാഭം കൂടി ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ലാഭത്തിൽ ഇത്രയും പൈസയ്ക്ക് നമ്മൾ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളിത് എത്ര രൂപയ്ക്ക് കൊടുക്കും എന്നാലോചിച്ച് എന്നാൽ പിന്നെ ചീപ്പ് റേറ്റിനുള്ള സാധനം കൊണ്ടുവന്ന് ഇച്ചിരി കൂടി പൈസയ്ക്ക് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ പാടില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള തുണിയാണെങ്കിൽ അത്രയധികം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ ഞാൻ എടുക്കും. വലിയൊരു റേറ്റ് കയറ്റിയിടാതെ വലിയൊരു പ്രോഫിറ്റ് ആഗ്രഹിക്കാതെയാണ് ഞാൻ ഇത്തവണ ഇട്ടേക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ്. പക്ഷെ പുറത്ത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അത് കൂടുതലാണോ കുറവാണോ. കാരണം എനിക്ക് ഹോൾസെയിൽ റേറ്റിലും അല്പം കൂടി വില കൂടിയിട്ടാണ് എനിക്ക് സാധനങ്ങൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ എറണാകുളം വരെയും പോയി അതിൻ്റെ വണ്ടിക്കൂലി, നമ്മുടെ ചിലവ്, കാര്യങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് ഒന്നും തന്നെ കിട്ടാനില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ അയ്യോ അവൾക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എന്നാൽ പിന്നെ ഞങ്ങളും തുടങ്ങിയേക്കാം എന്നൊരു ധാരണയോട് കൂടി ആയിരിക്കുമല്ലോ ഒരു 2 ദിവസം 3 ദിവസം പോലും ആവുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ക്ഷമയോടുകൂടി നിന്ന് പോവുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതുവരെ ഓർഡർ വന്നില്ലെന്ന്. അപ്പം ഞാൻ ഇതൊക്കെ എല്ലാ ദിവസത്തെ വീഡിയോയിലും എല്ലാം ഞാനിപ്പം നിങ്ങൾ കണ്ടതാണെങ്കിലും വീണ്ടും ഞാൻ കാണിക്കും. അപ്പം ഇന്നിപ്പം നിങ്ങളുടെ ഒരാൾ കണ്ടെങ്കിൽ നാളെ കാണാത്ത ഒരാളത് കാണും. അപ്പോൾ ഒരുപക്ഷെ അവർക്കതൊരു ഇഷ്ടം തോന്നിയെന്ന് വരാം അല്ലേ. അപ്പം അത് വാങ്ങും. അപ്പം നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനത്തിൻ്റെ മുതലിൻ്റെ ഒരു ചെറിയ ലാഭം നമുക്ക് കിട്ടും. വലുതൊന്നും പറയാനില്ല. പണ്ട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല എന്താ പറയുക നമുക്ക് നല്ല ലാഭം ഇടാൻ തന്നെ കിട്ടുമായിരുന്നു. അന്ന് ഇത്രയും വില ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന് നമ്മൾ അത്യാവശ്യം പൈസ കൊണ്ടാണ് പോയിരുന്നത്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ്. നമ്മൾ എത്ര ഇപ്പോൾ ഒരു ബണ്ടിലായിട്ട് തന്നെ എടുത്തു കഴിയുമ്പോൾ അതിനൊരു കുറച്ച് ഡിസ്കൗണ്ട് ഓൾറെഡി അതിനുണ്ടാവും അല്ലേ. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി എടുക്കുന്നതിന് അതുണ്ടാവില്ല. കടക്കാർക്കും ഒരു പക്ഷേ അവർക്കിപ്പോൾ ഒരു ലാർജ് സ്മോൾ എക്സൽ അങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ കിട്ടുന്ന ലാഭം സെപ്പറേറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പം ഇത്തവണ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് നോക്കട്ടെ നമുക്കപ്പം അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ, സാരി, ചുരിദാർ മെറ്റീരിയൽ എടുക്കാനാണ് കേട്ടോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ ഭയങ്കര റിസ്കിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷയാണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടായിട്ട് കാണും എന്നൊക്കെ എൻ്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. പിന്നെ എൻ്റെ നാട്ടുകാർ എന്താണെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം അവരും ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ പറഞ്ഞേ കുട്ടോടി എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഞങ്ങൾ വാങ്ങിച്ചോളാം. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ ബ്യൂട്ടി പാർലറും തയ്യൽ കടയൊക്കെ ആയിട്ട് തുടങ്ങണം, റോട്ടിൽ ബോർഡ് വെക്കണം എന്നൊക്കെ. അപ്പം അൻവിക്കുട്ടീനെ വെച്ചിട്ട് തയ്യൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും റോട്ടിൽ ഞാൻ ബോർഡ് വെക്കാൻ പോവാണ്. അപ്പം ആളുകൾ കണ്ടിട്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. അപ്പം ഇരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോയാൽ സന്തോഷം. കാരണം നമ്മളിതിങ്ങനെ നമ്മുടെ റൂമിൽ കൊണ്ട് നട്ടിട്ട് വെക്കാനല്ലല്ലോ നമ്മളിത് വാങ്ങിച്ചിട്ട് തന്നെ. നമുക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ നിങ്ങളൊരു ചാനലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പോലത്തെ ചാനലുകളുള്ള മിക്ക അമ്മമാർക്കും ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും കുഞ്ഞിനെക്കുട്ടിൻ്റെ ചാനലിൽ സത്യം പറഞ്ഞാൽ ചെയ്തില്ല. നിങ്ങൾക്കറിയാം ഞാനൊരു ലൈവ് വരാറില്ല. എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ മോൻ്റെ വിശേഷങ്ങളായിട്ടൊരു വീഡിയോ ഒക്കെ ഇടലാണ്. ഇപ്പം ഞാൻ അതും നിർത്തി, മോൻ്റെ വിശേഷങ്ങൾ പറിച്ചിട്ട് നിർത്തി. കാരണം ഇനി അതിൻ്റെ അങ്ങനെ ഒരു സഹതാപം പോലെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ എന്താണ് മാറിയതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ മുന്നേ ജീവിച്ചതിലും നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. വീടായി നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങളവർക്കും ഇപ്പോൾ ഇവർക്ക് എല്ലാ രീതിയിലും സെറ്റപ്പായി കാണുന്നല്ലേ. ഇല്ല, നമുക്ക് കടവും ബാധ്യതകളും എല്ലാം കൂടി വന്നിട്ടേ ഉള്ളൂ. മോൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോകുന്നില്ലെന്ന് തന്നെ പറയാം. ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാം. ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് മോനുള്ളൂ. അപ്പോൾ നമുക്ക് പണം നമുക്ക് വന്നു ചേർന്ന് നമുക്ക് അത്യാവശ്യമാണ് എങ്കിൽ പോലും ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നേക്കുമ്പോൾ ഈ സെയിം അവസ്ഥയിലുള്ള ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നാം. ഞാൻ അവർക്കിടെ ആ ഒരു കാര്യങ്ങളും അല്ല കേട്ടോ പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അവരെ എങ്ങനെ കാണിക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ. ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോയി ആ ആളുകൾ അവരിലേക്ക് എത്തിച്ചേരണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റല്ല. അവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അത് നല്ലതാണ്. പക്ഷേ എൻ്റെ മനസ്സാക്ഷി പറയുന്നത് വേണ്ട,
മോനെ അങ്ങനെ കാണിക്കണ്ട. ഇപ്പം നമ്മൾ കാണാറില്ലേ ഓരോ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലുള്ളവർ, നമ്മൾക്കിങ്ങനെ മുടിയൊക്കെ പോയി എല്ലാം ഭയങ്കര ദയനീയമായ അവസ്ഥയിലുള്ളവർ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്നാണെന്നറിയോ, നമ്മൾ ഇത്രത്തോളം അത്യാവശ്യം നല്ലതായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, കടം കാര്യങ്ങളുണ്ട്, അത് പണം വരും പോകും അല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട ഒരു പൈസ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവരിലൊക്കെ, ഒരുപാട് പേരുണ്ട്. അതുപോലെ മറ്റ് ചാനലുകളിലുള്ളവർ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്രമാത്രം സ്നേഹിച്ച് അവരെ കൂടത്തിൽ കൊണ്ടാടുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനുമുത്തിന് അത്രത്തോളം പ്രശ്നം, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പ്രശ്നമുണ്ട്. പക്ഷെ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ എൻ്റെ കുഞ്ഞിനുമുത്ത് ഓക്കെയാണ്, അവരുടെ കുഞ്ഞുങ്ങളെ വെച്ച് പോകുമ്പോൾ കുഞ്ഞിനുമുത്ത് ഓക്കെയാണ്. അപ്പോൾ എൻ്റെ മോന് എന്തായാലും ആ കുഞ്ഞുങ്ങളൊന്ന് റെഡിയായി വരാനുള്ളത് അവർക്ക് കിട്ടട്ടെ. എൻ്റെ കുഞ്ഞിനുള്ളത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ഒരു അധ്വാനം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അധ്വാനം കൊണ്ട് ഞാൻ നേടിക്കൊടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ചിന്ത. അല്ലാതെ ഞാനിത് മറ്റൊരാളെ താഴ്ത്തി പറയുന്നോ അവരിനി ആ ചാനലിൽ അങ്ങനെ ചെയ്തു അല്ലെ ഈ ചാനലിൽ ഇങ്ങനെ ചെയ്തു എന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കുറേ പേർക്ക് എൻ്റെ അടുത്തൊരു വിരോധം ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ, ഒരു യൂട്യൂബേഴ്സായിട്ടില്ല കേട്ടോ. എൻ്റെ നാട്, എൻ്റെ വീട്, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നല്ലാതെ. മുന്നേയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരവരുടേതായ വഴിക്ക് പോയിട്ടുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയാണല്ലേ. അപ്പം ഞാൻ സത്യത്തിൽ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട് കേട്ടോ, ഒരു എന്താ പറയുക, ഒരു കടമയും കടപ്പാടുണ്ട്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെവി ഓർക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ്, കുഞ്ഞിനുമുത്തിനോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ്. എപ്പോഴും ഞാൻ കുഞ്ഞിനുമുത്തിൻ്റെ കാര്യങ്ങളല്ലല്ലോ കാണിക്കുന്നത്, എൻ്റെതായ കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് നല്ല നല്ല കമൻസ് പറയാറുണ്ട്, ധൈര്യമായിട്ടിരിക്കണം എന്ന് പറയാറുണ്ട്, ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട്. അതൊക്കെ എന്താ പറയുക, എനിക്ക് എന്താ പറയുക, എന്നോട് നിങ്ങൾക്കുള്ള ഇഷ്ടവും നിങ്ങളോട് എനിക്കുള്ള ഇഷ്ടമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ അൻവിക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ട് പോകണം. ഇനിയിപ്പോൾ കുഞ്ഞിനുമുത്തിന് അടുത്ത് എന്താ പറയുക തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയത്ത് അതിരാവിലെയാണ് കേട്ടോ എൻ്റെ എന്താ പറയുക വിളക്ക് വെച്ച്, അതിരാവിലെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുമുൻ്റെ അച്ഛൻ പോയി ആ ഒരു സമയമാണ് കേട്ടോ. അപ്പം ഇവിടെ മഴ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? നമുക്കിവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഒരു ചെടിയാണെങ്കിൽ പറിച്ചു വെച്ചിട്ട് ഞാൻ എപ്പോഴും ആ ചെടിയുടെ ചോട്ടിൽ പോയി വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ടാവും, മറ്റേ ചാനൽ കാണുന്നവർ. ഞാൻ വലിയൊരു മരമായ ചെടിയാണ് ഞാൻ പറിച്ചു വെച്ചത്. എനിക്കത് നല്ല ബുദ്ധിമുട്ടുണ്ട്, അത് പോവോ അത് പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെയാണ് എനിക്കിങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എൻ്റെ പരിസരവും ബന്ധപ്പെട്ട്, മഴ വെയിൽ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിഷമം എന്ന് പറയുന്നത്. കുഞ്ഞിനുമുത്തിൻ്റെ കാര്യത്തിൽ വിഷമമില്ല എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും. എനിക്ക് കുഞ്ഞിനുമുത്തിൻ്റെ കാര്യത്തിൽ വിഷമമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു എന്താ പറയുക, മോൻ ഇങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ, അല്ലെങ്കിൽ മോൻ സംസാരിക്കില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഞാൻ ഇപ്പം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ മുന്നേ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇന്നൊരു റിസൾട്ടായിട്ട് മോന് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 15 വയസ്സ് വരെ എൻ്റെ മോന് സമയം കൊടുത്തേക്കാണ്. അതിനുള്ളിൽ ഞാൻ വിഷമിക്കില്ല. ചിലപ്പോൾ അത് കഴിയുമ്പം വിഷമിക്കാൻ ഒരു അവസരം എനിക്ക് ദൈവം തരില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്താ പറയുക, അതുവരെ ഞാൻ വിഷമിച്ചിരിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അവൻ മെല്ലെ ഓക്കെ ആയി വരുവാണ് അല്ലേ. നിങ്ങളുടെ കൺമുന്നിലാണ് കുഞ്ഞിനുമുത്ത് ഇപ്പോൾ വളർന്നു വരുന്നത് അല്ലേ. പല കാര്യങ്ങളും ഞാൻ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം മോൻ്റെ മാറ്റങ്ങളൊക്കെ അല്ലേ. അവൻ സംസാരിച്ചില്ലെങ്കിലും ആ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അമ്മമാർക്ക് ഉമ്മ കൊടുക്കുന്ന പറഞ്ഞപ്പം ആ സെക്കൻഡിൽ തന്നെ കുഞ്ഞിനുമുത്ത് എനിക്ക് ഉമ്മ തന്നു. ഒരുപക്ഷെ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കാം അവനെ സ്നേഹിക്കുന്ന അമ്മമാർ ഇത് കാണുന്നുണ്ട്, അമ്മമാരല്ലെ അച്ഛന്മാർ, അവർക്കും കൂടി ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പറയുന്ന കാര്യങ്ങൾ മോന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ചില കാര്യങ്ങളൊക്കെ മാത്രമേ ശരിയാവാനുള്ളൂ, അതും കൂടി പതിയെ ശരിയായി വരും. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പൂർണ്ണമായി, അല്ലെങ്കിൽ മറ്റൊരാൾ ചോദിക്കാത്ത ഒരാൾക്ക് ഇതൊക്കെ അറിയണമെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം. അപ്പം നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനത് അടുത്ത വീഡിയോയിലൊക്കെ പറയാം. പിന്നെ ഇതുപോലെ തന്നെ കൈ ശരിയാവുന്നില്ല, തലയുറച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അത് അമ്മമാരുടെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് അവരോടെല്ലാം പറയാനുള്ള നല്ല തെറാപ്പി കൊടുക്കുക. കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ
ഒരിക്കലും നമ്മൾ വീട്ടിലിരുത്തി തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം അവർക്ക് തെറാപ്പി തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള തെറാപ്പി ഏതാണോ, ഇന്ന തെറാപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഒരു തെറാപ്പി മക്കൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കിട്ടണം കേട്ടോ. കുഞ്ഞുമുത്തിനെ എന്നൊക്കെ പറഞ്ഞാൽ കഴുത്തൊക്കെ കുറച്ചിട്ട് ഒരുപാട് നാളെ നമ്മൾ അതിന് ശേഷമാണ് ജിമ്പോൾ, അതായത് കഴുത്തിന് ഇങ്ങനെ ഒരു ലാഗിങ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വീഡിയോ കാണുന്നവർക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞുമുത്തിനെ കഴുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ ജിംബോളിലൊക്കെ ഒത്തിരി എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സമയമൊക്കെ കടന്നുപോയത്. അപ്പം ആ കാര്യത്തിലൊക്കെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനെ ഓക്കെ ആയി. അപ്പം നിങ്ങളുടെ മക്കളും ശരിയാവും, എല്ലാ രീതിയിലും ശരിയാവും, എല്ലാ മക്കളും ശരിയാവും. നമുക്ക് ദൈവം തന്നേക്കുന്ന വിധിയല്ല, നിധിയാണ് നമ്മുടെ മക്കൾ കേട്ടോ. ഒരിക്കലും വിധിയാണെന്ന് വിചാരിക്കല്. ഞാൻ അങ്ങനെയൊക്കെ മുന്നേ കുറേ ക്യാപ്ഷനൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പശ്ചാത്തപിക്കുന്നു. കാരണം ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ നെഗറ്റീവായ കാര്യങ്ങളൊന്നും പറയില്ല. കുഞ്ഞിനുമുത്ത് ഓക്കെയാണ്, കുഞ്ഞിനുമുത്ത് ഒക്കെ ഓക്കെയാണ്. ഇപ്പോഴുള്ള ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ മോന് ഭാവിയിലോട്ട് ഉണ്ടാവില്ല. കുഞ്ഞിനുമുത്ത് നല്ല ജോലി കിട്ടും, കല്യാണം കഴിക്കും, കുഞ്ഞിനുമുത്തിൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ നോക്കും, അവരെ വളർത്തി നമ്മുടെ അൻവിക്കുട്ടിയുടെയും തമ്മിൽക്കുട്ടിൻ്റെയും എല്ലാവരുടെയും മക്കളുടെ മുത്തശ്ശിയായിട്ടിരുന്നതിന് ശേഷമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. അത് എന്താ പറയുക, അത് അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് പറയുകയാണല്ലേ. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ പവർ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെ കമൻറ്റ് ഇട്ടോളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ.